പരീക്ഷണം മുന്നിൽ വരും. ആ പരീക്ഷണത്തിൽ വിജയം കിട്ടും മുത്തഖീങ്ങളായാൽ. മുത്തഖീങ്ങളല്ലെങ്കിൽ പരീക്ഷണത്തിൽ തോറ്റു. ഒരു മുത്തഖിയായ ആൾക്കാണോ പരീക്ഷണം വരുന്നത്, അയാളെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷണം വിജയത്തിന്റെ ഒരു തുടക്കമായിരിക്കും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ജീവിതത്തിൽ ഏറ്റവും സുഖമുള്ള കാലം ഏതായിരുന്നു? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട ആ അഗ്നിയുടെ ഉള്ളിൽ താമസിച്ച 50 ദിവസം. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് വലിയ ഒരു പരീക്ഷണമായിപ്പോയി. എന്നാലും അത്രയും വലിയ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടില്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഏറ്റവും സന്തോഷമുള്ള ഘട്ടം അതായിരുന്നു. ദുനിയാവിൽ ജനങ്ങളോടൊപ്പം ജീവിച്ച കാലമല്ല ഏറ്റവും വലിയ സന്തോഷമുള്ള കാലം. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ സ്വീകരിച്ച തഖ്വയുടെ ഏറ്റവും വലിയ മാധുര്യം അനുഭവിച്ച കാലം. തീയിലേക്ക് മഹാനവറുകളെ വലിച്ചെറിയപ്പെട്ടപ്പോ തീയിന്റെ നടുവിലെത്തിയ ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. എന്ത് വേണമെന്ന് ചോദിച്ചു. അമ്മ ഇലൈക ഫലാ ഹാജത ലീ, നിങ്ങളിലേക്ക് എനിക്കൊരാവശ്യമില്ല, നിങ്ങളിലേക്ക് എനിക്കൊരാവശ്യമില്ല. സഹായം ചോദിച്ചു വന്നത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെക്കാളും വലിയ പവറുള്ള ആളല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എന്ത് വേണം? ഒന്നും വേണ്ട, നിങ്ങളൊരാവശ്യമില്ല. അള്ളാഹുവിനോട് വല്ലതും ചോദിക്കാനുണ്ടോ? മാരിഫത്തുഹു ഹാലി യുഗ്നീനി അൻ സുആലി. എന്ത് ചോദിക്കണം? എന്നെ ഈ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടത് അള്ളാഹുവിന്റെ തൗഹീദ് ഇവിടെ പ്രചരിപ്പിച്ചതിന്റെ പേരിലല്ലേ? അള്ളാഹുവിന് അറിയാമല്ലോ ഞാൻ എന്തിനാണ് ഈ തീയിൽ വന്ന് വീണത്. ആത്മഹത്യക്ക് വേണ്ടിയല്ലല്ലോ. എന്റെ എന്തെങ്കിലും ദുനിയാവിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാത്തതിന്റെ പേരിൽ ജീവൻ എടുക്കാൻ വേണ്ടി വന്നതല്ലല്ലോ. മാരിഫത്തുഹു ഹാലി യുഗ്നീനി അൻ സുആലി. എന്റെ അവസ്ഥ നല്ലോണം അറിയാമല്ലോ അള്ളാഹുവിന്. പിന്നെ ഞാൻ എന്ത് ചോദിക്കാനാണ്? ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ആ തീയിന്റെ ഉള്ളിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ശരിയായ നിലക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തഖ്വയുടെ മധുരം അനുഭവിക്കുകയായിരുന്നു. ഏറ്റവും നല്ല അർത്ഥത്തിൽ അനുഭവിക്കുകയായിരുന്നു. ചെറിയൊരു രൂപഭാവത്തിലൊന്നുമല്ല, ഏറ്റവും നല്ല അർത്ഥത്തിൽ. അതങ്ങനെ അനുഭവിച്ചപ്പോ സന്തോഷം കൊണ്ട് മഹാനവറുകൾ വീണ്ടും വീണ്ടും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കുടിക്കാനുണ്ട്, ഭക്ഷിക്കാനുണ്ട്, എല്ലാം തീയിന്റെ ഉള്ളിൽ നൽകപ്പെടുന്നുണ്ട്. അത്ര നല്ലൊരു മധുരമുള്ള പാനീയം അതിന് മുമ്പും കുടിച്ചിട്ടില്ല, ശേഷവും കുടിച്ചിട്ടില്ല. അത്ര നല്ലൊരു സുഖമുള്ള ഭക്ഷണം അതിന്റെ മുമ്പും കഴിച്ചിട്ടില്ല, ശേഷവും കഴിച്ചിട്ടില്ല. എങ്ങനെ ഭക്ഷണം കിട്ടിയത്? അതാ ചോദ്യം. അതല്ലേ നമ്മൾ ഓതിയത് നേരത്തെ. അള്ളാഹു നമ്മോട് പറഞ്ഞത് ഒമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. മുത്തഖിയായ നിലക്കാണോ ആളെ ജീവിതം, എല്ലാ വിഷയത്തിനും പരിഹാരം അല്ലാഹു തആല കൊടുക്കും. എല്ലാ വിഷയത്തിനും പരിഹാരം കൊടുക്കും. എത്ര തന്നെ ആളെ ബന്ധവസ്ഥാക്കി കെട്ടിയിട്ടാലും പരിഹാരം കൊടുക്കാൻ കഴിവുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ വേണ്ടി വന്ന നമ്രൂദ് പോലും അതിശയിച്ചു പോയി.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീന്റെ ഉള്ളില് ഒരു രാജകീയ മോഡലല്ലേ, രാജകീയ പദവിയിലാണ് ഇരിക്കുന്നത്. എന്തൊരു സന്തോഷമുള്ള ഇരുത്താ. വളരെ ദൂരത്തുനിന്ന് നോക്കിക്കാണുന്ന നമ്രൂദ് ചോദിച്ചു, പുറത്തേക്ക് വരാൻ പറ്റുമോ? പിന്നെന്താ പുറത്തേക്ക് വരുന്നതിന് ഒരു പ്രയാസമില്ല. പുറത്തേക്ക് വരുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല, യാതൊരു പ്രയാസവുമില്ല. പുറത്തേക്ക് വരാൻ ഞാൻ ഉദ്ദേശിച്ചാൽ ഞാൻ അങ്ങ് പുറത്തേക്ക് വരും. അപ്പൊ ദൂരെന്ന് നോക്കുന്ന ചെറിയ ഒരു മറവിൽ ഇങ്ങനെ നോക്കിയിട്ട് നമ്രൂദ് ചോദിക്കുന്നു, നിങ്ങൾ അടുത്ത് അപ്പുറത്ത് ഒരാളെ കാണുന്നുണ്ടല്ലോ, രൂപം കാണുന്നുണ്ടല്ലോ, അതാരാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ദാക മലക്കുല്ലിൽ, എന്റെ അടുത്ത് നിങ്ങൾ കാണുന്ന ഈ രൂപല്ലേ, അത് തണല് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. എനിക്ക് നേരം പോക്കിന് വേണ്ടി വന്നതാ. ഒന്ന് വർത്തമാനം പറഞ്ഞിരിക്കാൻ ഒരാൾ വേണ്ട. വെറുതെ ഇരിക്കുമ്പോ ഒരു പ്രശ്നമല്ലേ, ദിക്റൊക്കെ ചൊല്ലും, എന്നാലും ഇടക്കിടക്ക് ഓരോ വർത്തമാനം പറയാം, ടൈം പാസിന് വേണ്ടി, നേരം പോക്കിന് വേണ്ടി നല്ലത് പറഞ്ഞിരിക്കാൻ അല്ലാഹു തആല ഒരു മലക്കിനെ പറഞ്ഞയച്ചത്. ആ 50 ദിവസം, അഗ്നിക്കുള്ളിൽ കഴിഞ്ഞ 50 ദിവസം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഘട്ടമാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത്ര നല്ല ഒരു സന്ദർഭം വേറെ ഇല്ല. 200 വർഷക്കാലത്തെ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനുഭവിച്ച ആ തഖ്വ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതത്തിൽ പാലിച്ച ആ സൂക്ഷ്മത, ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലും ഉണ്ടാക്കിയെടുക്കണം. തഖ്വ എന്ന് പറയുന്നത് ഓശാരമായി, ഔദാര്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു കഴിവല്ല. തഖ്വ എന്ന് പറയുന്നത് ഇംതിസാലു അവാമിരില്ലാഹി തആല വജിത്തിനാബു നവാഹി, അല്ലാഹുവിന്റെ കൽപ്പനകൾ ശിരസാ വഹിക്കുകയും അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ പൂർണ്ണമായി വർജിക്കുകയും ചെയ്യുക, അതാണ് തഖ്വ. അതിന് ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ വേണം മനുഷ്യൻ. മുസ്ലിം ആയ മുസ്ലിങ്ങളൊക്കെ, മുസ്ലിമായ മുസ്ലിമൊക്കെ മുത്തഖിയല്ല. എല്ലാ മുത്തഖീങ്ങളും മുസ്ലിങ്ങളാണ്. എല്ലാ മുത്തഖീങ്ങളും മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ മുഴുവനും മുത്തഖീങ്ങളല്ല. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ എത്രയോ ആളുകളുണ്ട് നാമമാത്ര മുസ്ലിങ്ങൾ, പേരിൽ മാത്രമേ ഉള്ളൂ, പേരിലും രൂപത്തിലുമേ ഉള്ളൂ. കാറ്റടിച്ചാൽ അത് പോവും, തകർന്നു പോവും. ഉണ്ടല്ലേ ഭയങ്കര പേടി. എന്തെങ്കിലൊക്കെ ചെറിയൊരു വിഷയം വരുമ്പോഴേക്ക് ഇത്ര പേടിയാ. പെരുമ്പേടിയല്ലേ നമുക്ക്. അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾക്ക് എന്തിനെ അത്രത്തോനം പേടി വേണം? മുത്തഖീങ്ങളായ ആളുകളുടെ ലക്ഷണം പറഞ്ഞപ്പോ, അടയാളം പറഞ്ഞപ്പോ അല്ലാഹു തആല ആദ്യം പറഞ്ഞതിന് അങ്ങനെയല്ലേ, പേടിയില്ല എന്നല്ലേ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ബാഹ്യാർത്ഥത്തിൽ നോക്കിക്കാണാൻ പറ്റുന്ന അടയാളമാണ്. ഒരു പേടിയുമില്ല, അവര് ദുഃഖിക്കുന്നവരുമല്ല. എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റിയിട്ട് അവർക്ക് വിഷമുണ്ടോ? ഒരു വിഷമവുമില്ല, ഒരു പേടിയുമില്ല, ഒരു പേടിയും കാണാൻ കഴിയില്ല. പരീക്ഷണങ്ങളൊക്കെ അതിന്റെ അർത്ഥത്തിൽ അവർ തരണം ചെയ്യും. അതിനു മാത്രമുണ്ട് അവരുടെ തഖ്വ. ഒരു പേടിയില്ല. നമ്മളെ ആളുകൾക്കല്ലേ സഹോദരങ്ങളെ ഓപ്പറേഷനൊക്കെ വലിയ പേടി അല്ലേ? ഓ വലിയ പേടി. മുത്തഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഓപ്പറേഷനും അവർക്കൊരു പേടിയല്ല. സിമ്പിളായിട്ടല്ലേ അവരതിന് നിന്നു കൊടുക്കുന്നത്. വലിയ മഹാനുഭാവനല്ലേ ഇമാം അബുൽ ആലിയ റളിയല്ലാഹു അൻഹു. റുഫൈ ഇബ്നു മിഹ്റാൻ എന്ന പേരിൽ, അബുൽ ആലിയ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനുഭാവൻ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥൻ, വലിയ ഹദീസ് പണ്ഡിതൻ. ഇമാം അബുൽ ആലിയ റളിയല്ലാഹു അൻഹുവിനെ
അറിയാത്ത ഒരു പണ്ഡിതനുണ്ടാവൂല. മഹാനവറുകൾ വലിയ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന മഹാനാണ്. ഇമാം അബുല്ലാലി റളിയല്ലാഹു അൻഹു ഒരു യാത്രക്കിടയിൽ, ദിമഷ്കിലേക്കുള്ളൊരു യാത്രക്കിടയിൽ എന്തോ ഒരാവശ്യത്തിന് പോകുന്ന വഴിയിൽ ഇറങ്ങിയപ്പോ ഒരു ചെറിയ പ്രാണി കാലിൽ കടിച്ചു. ആ കടിച്ച ഭാഗം വികസിച്ച് വേദനിച്ച് നീര് വന്ന് വേദനിക്കാൻ തുടങ്ങി. മുകളിലേക്ക് അതിന്റെ വേദന ഇങ്ങനെ പതുക്കെ പതുക്കെ കയറിക്കൊണ്ടിരിക്കുക. ദിമഷ്കിലെ രാജാവിനോട് ഒന്ന് രണ്ട് വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന യാത്രയാണ്. അവിടെ എത്തിയപ്പോ രാജാവ് ഈ കാല് കണ്ടപ്പോ രാജാവ് പറഞ്ഞു, എന്തോ ഒരു വിഷാംശമുള്ള ജീവിയാണ് കടിച്ചിരിക്കുന്നത്. കാരണം കാലിന്റെ കളറ് മാറിയിട്ടുണ്ട്, അത് പതുക്കെ പതുക്കെ അങ്ങനെ മുകളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ പറയുമ്പോഴും ഈ മഹാനുഭാവന്റെ മുഖത്തൊരു മാറ്റമില്ല. ഡോക്ടർമാരെ കൊണ്ടുവന്നപ്പോ ഡോക്ടർമാര് പറഞ്ഞു, ഇപ്പോ എത്തിയിടത്ത് വെച്ച് മുറിക്കേണ്ടി വരും. അല്ലോ, മുറിക്കണം, മുറിച്ചോളി. എന്തെങ്കിലും പരാതി? ഒരു പരാതിയില്ല. മുറിക്കലാണ് ചികിത്സക്ക് നല്ലതെങ്കിൽ മുറിക്കണം. വലിയ പണ്ഡിതനായ ഇമാം അബുല്ലാലി റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിക്കാൻ പോകുന്നു. ഡോക്ടർമാര് പറഞ്ഞു, ഞങ്ങൾ പച്ചയായിട്ടാണ് നിങ്ങളെ കാല് മുറിക്കുന്നത്, അനസ്തേഷ്യന്റെ സ്വഭാവങ്ങളൊന്നും വന്നില്ല. എന്തെങ്കിലും മയക്ക് വസ്തു നിങ്ങൾക്ക് കുടിക്കാൻ തരട്ടെയോ? മയക്കുള്ള എന്തെങ്കിലും നീര് കുടിക്കാൻ തരട്ടെയോ എന്ന് ചോദിക്കുമ്പോ അബുല്ലാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ബുദ്ധിയെ, എന്തെങ്കിലും കുടിച്ചിട്ട് മയക്കിക്കടത്താൻ കഴിയുമെന്ന് നിങ്ങൾ മോഹിക്കരുത്. അള്ളാഹു എനിക്ക് തന്നിരിക്കുന്ന ബോധത്തെ എന്തെങ്കിലും കുടിക്കാൻ തന്നിട്ട് എന്റെ ബോധം അതിന്റെ ഉള്ളിൽ തളച്ചിടാൻ കഴിയുമെന്ന് ചിന്തിക്കരുത്. ഞാൻ അറിയുന്നതിന് വല്ല പ്രയാസവും നിങ്ങൾക്കുണ്ടെങ്കിൽ എന്റെ കാലല്ലേ നിങ്ങൾ മുറിക്കുന്നത്? ഞാൻ വേദനിക്കുമെന്നതിന് വല്ല പ്രയാസവും ഉണ്ടെങ്കിൽ, പച്ചയായിട്ട് മുറിക്കുന്നതിന് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ, അഹ്ലിറൂലി ഖാരിഅൻ യുത്ഖിനു ബികിതാബില്ലാഹ്, നല്ല സമർത്ഥമായി അല്ലാഹുവിന്റെ കിതാബ് ഓതാൻ കഴിയുന്നൊരു ഖാരിഇനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയേക്കൂ. ആ ഖാരി കിതാബ് അങ്ങനെ, ഖുർആൻ അങ്ങനെ ഓതുന്ന സമയത്ത് നിങ്ങൾ എന്റെ ശരീരത്തിലേക്ക് നോക്കണം. എന്റെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളും ആ ഓത്തിൽ ലയിച്ചു ചേരുന്നൊരു സമയം ഉണ്ട്. നമുക്കങ്ങനെ ലയനം വരണമെങ്കിൽ പ്രയാസമുണ്ട്. കാരണം ഓത്ത് തന്നെ ശീലിക്കാത്ത ആളുകൾക്ക് എന്ത് ലയനം വരാനാണ്? ഓത്തന്നെ ശീലമില്ലാത്തവർക്ക് പിന്നെന്ത് ലയനം? ഖുർആന് നിങ്ങൾ അങ്ങനെ ഓതുമ്പോ ആ ഖുർആനിന്റെ ഓത്ത് കേട്ടിട്ട് എന്റെ ശരീരം ഇങ്ങനെ സജീവമായി, എന്റെ നെറ്റിത്തടവും എന്റെ മൂക്കും എന്റെ കണ്ണും എല്ലാം ആ ഓത്തിൽ ലയിക്കുന്നൊരു നേരം വരുമ്പോ കാലങ്ങ് മുറിച്ചേക്കണം. വേദന ഞാൻ അറിയില്ല. അവരനുഭവിച്ച തഖ്വയാണത്. അവരോരോരുത്തരും ജീവിതത്തിൽ സ്വീകരിച്ച തഖ്വയാണത്. വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള തുമഇനീനത്തുൽ ഖൽബ്, അവരെ മനസ്സിനുള്ള വലിയ സമാധാനം, വലിയ സന്തോഷം. വിശുദ്ധ ഖുർആൻ ഒത്തു കേട്ടിട്ട് എന്തൊരു സന്തോഷാണ്! പുറം ലോകം മറക്കുന്ന രീതിയിലുള്ള ഒരു സന്തോഷം അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട്. അതെ, നമ്മൾ ഖുർആൻ കേൾക്കുമ്പോൾ നമ്മളെ ഹൃദയം ഉണർന്നിട്ടില്ല എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്നറിയോ? രണ്ടായത്ത് കഴിയുമ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടാവും. പുറം തന്നെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കൽബ് നേരത്തെ ഉറങ്ങിയില്ലേ? കൽബ് ഉറങ്ങും, ബാക്കി ഉറങ്ങും, കട്ടിൽ ഉറങ്ങും. മഹാന്മാർ അവരുമായി ഖുർആനുമായിട്ടുള്ള വലിയ ആത്മബന്ധമുള്ള ആളുകൾ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു തആല അവർക്ക് നൽകിയ തഖ്വ, അവരെ ജീവിതത്തിൽ അവരേറ്റവും സന്തോഷത്തോടെ സ്വീകരിച്ചത്, എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ മുന്നോട്ട് വരുമ്പോ അള്ളാഹു അവർക്ക് നൽകുന്ന പരിഹാരം കണ്ടോ?
പരിശുദ്ധ ഖുർആൻ ഓത്തവര് കേൾക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇമാം അബൂഅലി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നല്ലവണ്ണം ഓത്തറിയുന്നൊരു ഖാരിനെ കൊണ്ടുവന്ന് നിർത്തുന്നു. ആ ഖാരി ഖുർആൻ ഓതി തുടങ്ങി. എല്ലാവരും നോക്കുന്നു. ഡോക്ടർമാര് മുഴുവനും മുഖത്തേക്ക് നോക്കുന്നു. മുഖത്ത് വല്ലാത്തൊരു ഭംഗി വരുന്നു. ശരീരത്തിന്റെ രോമങ്ങളെല്ലാം സജീവമായി നിൽക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ ഓത്തിനനുസരിച്ച് ഉൾഭാഗവും പുറം ഭാഗവും ഒരുപോലെ ലയിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ കാലങ്ങ് മുന്നോട്ട് വെച്ചിരിക്കുന്ന കാല് മുട്ടിൻ ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം പച്ചയായി മുറിച്ചു മാറ്റി. ഒന്ന് പെടഞ്ഞില്ല, ശബ്ദിക്കുക പോലും ചെയ്തില്ല. അത്ഭുതത്തോടെ ഡോക്ടർമാര് നോക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? മഹാനവർകൾ പറഞ്ഞു, ശഗലനീ ബർദു ഹുബ്ബില്ലാഹ്, അല്ലാഹുവിനോടുള്ള സ്നേഹം, അല്ലാഹുവിനോടുള്ള ഹുബ്ബ്, ആ ഹുബ്ബിന്റെ തണുപ്പ് നിങ്ങളെ ഈ ചൂടിൽ നിന്ന് എന്നെ മാറ്റിക്കളഞ്ഞു. കാല് മുറിക്കുന്നത് വേദനയാണ്, ചൂടാണ്. പക്ഷേ എന്റെ ശരീരവും എന്റെ മനസ്സും മുഴുവനും തണുക്കുന്ന രൂപത്തിൽ, വേദന അറിയാത്ത രൂപത്തിൽ ഖുർആനങ്ങ് ഓതി തുടങ്ങിയപ്പോ, ഞാൻ അതിലങ്ങ് ചേർന്നപ്പോ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിയ രൂപം തന്നെ ഞാൻ അറിഞ്ഞില്ല. ഒന്ന് കാലനക്കാതെ, ഒന്ന് ശബ്ദിക്കാതെ, ഒന്ന് വേദനയുടെ ചെറിയ ഒരു സിഗ്നൽ പോലും നൽകാതെ പരിശുദ്ധ ഖുർആനിൽ ലയിച്ചു ചേർന്നപ്പോ, അല്ലാഹുവിന്റെ മാർഗത്തിൽ മുത്തഖിയായി ജീവിച്ചപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ പരിഹാരം എത്ര സന്തോഷകരമാണ്. പിന്നെ മഹാനവറുകൾ ഒരു കാലും മറ്റൊരു കാലിനൊരു താങ്ങുവടിയും കൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ ആളുകളൊക്കെ പലരും സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നു. സമാധാനിക്കാൻ വേണ്ടി വന്നപ്പോ സമാധാനം സ്വീകരിക്കുന്ന മഹാനവറുകൾ പുഞ്ചിരിക്കാണ്. അപ്പോഴും ആളുകൾ നോക്കാണ്, ഈ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം തന്നെ. മഹാനവറുകൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് കാനലി അർബഅതു അത്റാഫ്, എനിക്ക് നല്ല ആരോഗ്യമുള്ള 4 ഭാഗങ്ങൾ അള്ളാഹു തന്നിരുന്നു. 2 കാലും 2 കൈയും. ഒന്നല്ലേ അള്ളാഹു എടുത്തിട്ടുള്ളൂ, ബാക്കി 3 ബാക്കി വെച്ചിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, പരാതിയൊന്നുമില്ല, ഒരു പരാതിയില്ല. അവർ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവിചാരിത മാർഗത്തിലൂടെ അല്ലാഹു തആല അവർക്ക് നൽകേണ്ടതൊക്കെ നൽകും. ഭക്ഷണം എന്ന് മാത്രമല്ല, മനസ്സമാധാനം, ആരോഗ്യം ഒക്കെ അല്ലാഹു തആല കൊടുക്കും.